ഇത് കോഴിമുട്ട. ഇത് മിവിയുടെ ഏറ്റവും പുതുതായിട്ട് ഇറങ്ങിയ DuoPods M30 ഇയർബഡ്സ് ആണ്. ഇത് വെളുപ്പ്, ഇത് കറുപ്പ്. എന്തായാലും രണ്ടും മാറ്റ് ഫിനിഷ് ആണ്. മതി. താൻ ആ മുട്ട എടുത്ത് വെച്ചിട്ട് ആ ഇയർബഡ്സിനെ കുറിച്ച് പറ. സോറി അല്ല, കാണാൻ അത്യാവശ്യം നല്ല സാമ്യമുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നുള്ളൂ. ഡിസൈനർ അത്യാവശ്യം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ കാര്യത്തിലേക്ക് വരാം. വില 999 രൂപയാണ് വരുന്നത്. കേസ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. മാത്രമല്ല നല്ല ചെറുതാണ്. ക്യാരി ചെയ്ത് കൊണ്ട് നടക്കാനൊക്കെ വളരെ എളുപ്പമായിരിക്കും. ഇനി ഇത് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, തുറക്കുമ്പോൾ നല്ല പവറാണ്. പക്ഷെ തുറന്ന് കഴിഞ്ഞാൽ കിടന്നിങ്ങനെ ആടുന്നത് കാണാം. ആ ഒരു തുറക്കുമ്പോഴുള്ള ആഡംബരമൊന്നും തുറന്ന് കഴിഞ്ഞാലില്ല. ഒരു സ്പ്രിങ് ആക്ഷൻ ഒന്നുമില്ല. ജസ്റ്റ് നമ്മളിതാ ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ അടഞ്ഞു. അയ്യേ, അതെന്താ അങ്ങനെ? പോരാ. അപ്പൊ വാങ്ങിച്ചിട്ട് തുറക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം തന്നെ നല്ല 8ന്റെ പണി കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇയർബഡ് വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഇതും മാറ്റ് ഫിനിഷ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ചെവിയുടെ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ഗ്ലോസി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു വിലക്കുള്ള ക്വാളിറ്റി ഒക്കെ ഉള്ളൂ. വലിയ ക്വാളിറ്റി ഒന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. മാത്രമല്ല നമ്മളിപ്പോൾ ചെവിയിൽ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല പെർഫെക്റ്റ് ഫിറ്റിംഗ് ആണ് നൽകിയിട്ടുള്ളത്. നൈസ്. പിന്നെ നമ്മൾ കുറച്ച് ഓട്ടം ചാട്ടൊക്കെ ഉള്ള ഒരാളാണേ. അപ്പോൾ അത് വീണ് പോകുമെന്ന് ചോദിച്ചാൽ ഞാനിതാ ഇതേപോലൊക്കെ ചെയ്ത് നോക്കി. യാതൊരു തരത്തിലും പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ ഓടുകയും ചാടൊക്കെ ചെയ്യാൻ പറ്റും. വീണ് പോകുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. വീണ് പോയി കഴിഞ്ഞാൽ പണിയായത് തന്നെ. IPX4 വാട്ടർ റെസിസ്റ്റന്റ് ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് നമ്മൾ ജിമ്മിലൊക്കെ പോകുന്ന സമയത്തൊന്ന് വിയർപ്പായാലോ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ വെള്ളമായി കഴിഞ്ഞാലൊന്നും നോ പ്രോബ്ലം. ബ്ലൂടൂത്ത് 5.1 ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കണക്ടിവിറ്റി ഒക്കെ ഉഷാറായി. ഈ ഒരു ചെറിയ പ്രൈസിന് തന്നെ അവർ ഫുള്ളി ടച്ച് കൺട്രോളിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ടാപ്പ് ചെയ്താൽ കോൾ ആൻസർ ചെയ്യാം, കോൾ കട്ട് ചെയ്യാം. മ്യൂസിക് നമുക്ക് പ്ലേ, പൗസ്, അതേപോലെ നെക്സ്റ്റ്, പ്രീവിയസ് ട്രാക്കുകൾ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. വോളിയം നമുക്കിങ്ങനെ പ്രസ് ആൻഡ് ഹോൾഡ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ട്രിപ്പിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ വോയിസ് അസിസ്റ്റന്റ് ആക്റ്റീവ് ചെയ്തിട്ട് നമുക്ക് മൊബൈൽ ഫോൺ വേണമെങ്കിൽ ഹാൻഡ് ഫ്രീ ആയിട്ടൊക്കെ യൂസ് ചെയ്യാനുള്ള ഫെസിലിറ്റിയും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി സൗണ്ട് ക്വാളിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ 10.5 mm ഡ്രൈവർ സപ്പോർട്ടാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം മോശമില്ലാത്ത ഒരു ബാസ് ലഭിക്കുന്നുണ്ട്. നല്ല ലൗഡറാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ മ്യൂസിക് കേൾക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല വോളിയം തന്നെ ഈ ഒരു സാധനത്തിൻ്റെ സൈസ് വെച്ച് നോക്കുമ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പാസീവ് നോയ്സ് ക്യാൻസലേഷൻ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വെക്കുന്ന സമയത്ത് തന്നെ മൊത്തം ആ ചുറ്റുമുള്ളതൊക്കെ പൂർണ്ണമായിട്ട് പോവല്ല, എങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ സൈലൻ്റ് ആവുന്നുണ്ട്. പിന്നെ ഇതിൽ തന്നെ നമുക്ക് AAC SBC ഓഡിയോ കൊഡാക്ക് സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വിലയൊക്കെ വെച്ച് നോക്കുമ്പോൾ സൗണ്ട് ക്വാളിറ്റി മോശമില്ല എന്ന് തന്നെ പറയാം. ഇനി മൈക്ക് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസിന് അത്രത്തോളം വലിയ ബെറ്റർ ആയിട്ടുള്ള ഒരു സൗണ്ട് ക്വാളിറ്റി ഒന്നും കിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്കും എനിക്കും അറിയാവുന്ന കാര്യമാണ്. എങ്കിലും ഇതിൽ MEMS ഡ്യുവൽ മൈക്കുകളാണ് കൊടുത്തിട്ടുള്ളത്. 2 ഇയർബഡിലുമായിട്ട് മൈക്കുകൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് ഫീൽ ആവും. ഇപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതെല്ലാം ഈ ഒരു മൈക്കിൽ ഞാൻ സംസാരിക്കുന്നതാണ്. അതും ഇൻഡോറിൽ നിന്നാണ്. വലിയ ശബ്ദങ്ങളൊന്നും ഇവിടെ വരുന്നില്ല. അപ്പൊ അതിലാണ് ഈ ഒരു ക്വാളിറ്റി ഉള്ളത്. അപ്പൊ ഏകദേശം നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഔട്ട്ഡോർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിലേറെ അലമ്പാവാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ നിങ്ങൾ കോളിങ്ങിനൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ്, കൂടുതൽ കോളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത് എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് എടുക്കണ്ട എന്ന് ഞാൻ പറയുള്ളൂ. കാരണം അത്രത്തോളം നമുക്ക് വലിയൊരു ഒറിജിനൽ കോൾ എക്സ്പീരിയൻസ് ഒന്നും ഇതിൽ നിന്ന് കിട്ടില്ല. ബാറ്ററി ലൈഫ് അത്യാവശ്യത്തിനുള്ളതുണ്ട്. നമുക്ക് ടോട്ടൽ നമ്മളൊരു 70% വോളിയത്തിൽ കേൾക്കുകയാണെങ്കിൽ 42 hours കിട്ടും എന്നുള്ളതാണ് കമ്പനി പറയുന്നത്. ഇയർബഡിൽ ഓരോന്നിലായിട്ട് 35 mAh ബാറ്ററിയും അതേപോലെ തന്നെ കേസിലായിട്ട് 380 mAh ബാറ്ററിയാണ് കൊടുത്തിട്ടുള്ളത്. ബാറ്ററി ലെവൽ അറിയാനായിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ കേസിന്റെ ഇവിടെ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ മൈക്രോ USB ചാർജിങ് പോർട്ടാണ് കൊടുത്തിട്ടുള്ളത്. USB-C ആക്കായിരുന്നു, പക്ഷേ ക്യാഷ് കൂടും. അത്ര തന്നെ വലിയ കാര്യമായിട്ടുള്ള വലിയൊരു സംഭവമായിട്ടുള്ള ഇയർബഡ് ഒന്നുമല്ല. എന്നാൽ ചെറിയൊരു എമൗണ്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സൗണ്ട് ക്വാളിറ്റി ഉള്ള, എന്നാൽ വലിയ ബെറ്റർ അല്ലാത്ത, മോശമല്ലാത്ത ഒരു മൈക്ക് ക്വാളിറ്റി ഉള്ള, നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള മെയ്ഡ് ഇൻ ഇന്ത്യ പ്രോഡക്റ്റും കൂടെ നിങ്ങളുടെ പോക്കറ്റിലെത്തും. അത്ര തന്നെയാണുള്ളത്. വീഡിയോ ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഷെയർ കൊടുക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.